പശ്ചിമേഷ്യയിലെ സംഘർഷം മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന ചാവക്കാടിന്റെ തീരമേഖലയിൽ ആശങ്ക ശക്തമാകുകയാണ്. സാമ്പത്തിക തൊഴിൽ പ്രതിസന്ധികളും അസമാധാന അന്തരീക്ഷവുമാണ് നാടിന് ഭീതിയാകുന്നത്. RH ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് തൊഴിൽ തേടി കടൽ കടന്ന് മണലാരണ്യത്തിൽ ജീവിതം കഴിച്ചുകൂട്ടുന്നത്. പതിറ്റാണ്ടുകളായി തുടരുന്നവരും പുതുതായി ജീവിത പച്ച തേടി പോയവരുമായി അനേകം പേരാണ് പുതിയ യുദ്ധ സാഹചര്യത്തിൽ വലിയ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. നേരത്തെ ഗൾഫ് യുദ്ധം നടന്നപ്പോഴും സമാന പ്രതിസന്ധി നേരിട്ടവരാണ് ഇവിടെയുള്ളവർ. യുദ്ധത്തിന്റെ കെടുതികളിലേക്ക് പ്രവാസി കടന്നുപോകുന്ന സാഹചര്യം നാട്ടിലുള്ളവരും തത്സമയം മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്. തന്ത്രപ്രധാന മേഖലകൾ വിട്ട് ജനവാസ മേഖലകളിലേക്കും യുദ്ധത്തിന്റെ അലയൊലികൾ എത്തുകയും പ്രദേശവാസികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ ഭീതിയോടെയാണ് നാട്ടിലുള്ളവർ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലുണ്ടായ ബോംബാക്രമണം ഞെട്ടലുണ്ടാക്കുന്നുവെന്നും അശാന്തിയുടെ അന്തരീക്ഷം വലിയ മാനസിക സംഘർഷമാണ് ഉണ്ടാക്കുന്നതെന്നും പ്രവാസി ബിസിനസ്സുകാരൻ KK ഹംസക്കുട്ടി CCTVയോട് പറഞ്ഞു. ഇപ്പോൾ ഗൾഫിൻ്റെ മീതെ ഇറാൻ നടത്തുന്ന ഈ യുദ്ധഭീഷണി തീർച്ചയായും നമ്മുടെ പ്രദേശത്തിന് വളരെ വലിയ സാമ്പത്തിക തകർച്ച അനുഭവപ്പെടും. ഗൾഫിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും ചലനവുമൊക്കെ അത് പ്രതിഫലിക്കുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ യുദ്ധഭീഷണിയും അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുമൊക്കെ വളരെ വലിയ വേദനയാണ് ഉണ്ടാക്കുന്നത്. യുദ്ധം ഇനിയും നീണ്ടുപോയാൽ സമാനതകളില്ലാത്ത നഷ്ടങ്ങളുടെ ആശങ്കയാണ് ഉണ്ടാക്കുക. ഗൾഫ് പണത്തെ ആശ്രയിച്ചാണ് ചാവക്കാടിന്റെ സാമ്പത്തിക മേഖലയുടെ പ്രയാണം. ഇതിനും വലിയ ആഘാതമാണ് അപ്രതീക്ഷിത യുദ്ധം വരുത്തിവെച്ചതെന്ന് പ്രവാസിയായ അബ്ദുൽ ഖാദർ പറയുന്നു. പ്രത്യേകിച്ച് ഈ റംസാന്റെ മാസത്തിൽ ഇത്തരം ഒരു ആപത്ത്, ഒരു പ്രതിസന്ധി ഈ യുദ്ധത്തിന്റെ പേരിൽ ഉണ്ടായപ്പോൾ വലിയ ആശങ്കയിലാണ് ജനങ്ങളുള്ളത്, ഇവിടുത്തെ നാട്ടുകാർ. കാരണം ഇവിടെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗൾഫിനെയാണ്. ഈ ഗൾഫിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ നിന്നുള്ള വരുമാനം മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്ന് പറയുമ്പോൾ സക്കാത്ത്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് റംസാനിൽ എന്തെങ്കിലും കിട്ടും, കയ്യിൽ റംസാനിൽ എന്തെങ്കിലും ഫണ്ട് വരും. അപ്പോൾ കച്ചവടക്കാരും പ്രതീക്ഷിക്കുന്നത് റംസാൻ്റെ ഒരു കച്ചവടമുണ്ട്, ഒരു ഡ്രസ്സ് കടക്കാരായാലും പിന്നെ ഈ അരി ബിസിനസ് ആയാലും സക്കാത്ത് കൊടുക്കുന്ന ഫിത്തറിൻ്റെ അരി എല്ലാത്തിലേക്കും ഇതൊരു ബാധിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം. നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും മാത്രം സമ്മാനിക്കുന്ന ഈ രക്തച്ചൊരിച്ചിൽ എത്രയും വേഗം അവസാനിക്കണേ എന്ന പ്രാർത്ഥനയിലാണ് ഏവരും.